ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 IT അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരും, റാങ്ക് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യണം, ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ എത്ര രൂപ ഫീസ് അടയ്ക്കേണ്ടി വരും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ITയുടെ റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരും, അതുപോലെ തന്നെ ITയുടെ റാങ്ക് ലിസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ITയുടെ റാങ്ക് ലിസ്റ്റ് ഏകദേശം ഈ മാസം അവസാനത്തോടുകൂടി, അതായത് 25-ന് ശേഷം റാങ്ക് ലിസ്റ്റ് വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന ഉടൻ തന്നെ ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഷെയർ ചെയ്ത ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അറിയാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതല്ലാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, ആ മൊബൈലിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്ന വിവരമായിട്ടുള്ള SMS വരും. അതുകൂടാതെ നിങ്ങൾ ഏതൊക്കെ ITയിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ആ ITയുടെ നോട്ടീസ് ബോർഡിലും റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ എങ്ങനെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന കാണാമല്ലോ, ലിസ്റ്റ് ഓഫ് ഗവൺമെൻറ് IT ഇൻ കേരള. അവിടെ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എബൌട്ട് ക്ലിക്ക് ചെയ്ത് അവിടെ ഗവൺമെൻറ് IT എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഗവൺമെൻറ് IT ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏതൊക്കെ ITയിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ആ ITയെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് IT ആറ്റിങ്ങൽ ഇത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി. അതായത് ആ ITയുടെ സൈറ്റാണിത്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അവിടെ കോഴ്സിൻ്റെ ഡീറ്റെയിലുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ റാങ്ക് ലിസ്റ്റ് ഒന്നും കാണുന്നില്ല. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഗവൺമെൻറ് IT വയലാറിൻ്റെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ITA വയലാർ റാങ്ക് ലിസ്റ്റ്. അത് ആദ്യം നമ്പർ 1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ആ ITയിലേക്ക് വന്ന മുഴുവൻ കുട്ടികളുടെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും റിസർവേഷൻ അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ അവിടെ മുഴുവൻ കുട്ടികളുടെ റാങ്ക് ആയിരിക്കും ഉണ്ടാകുക. അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റ്. അപ്പോൾ അതായത് ഇപ്പോൾ ആ ഒരു ITയിൽ ഒരു 1000 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 200 പേരെ ആയിരിക്കും ആദ്യത്തെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അതിനുശേഷം വരുന്ന വേക്കൻസി അനുസരിച്ച് അടുത്ത 200 പേരെ. അപ്പോൾ ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റ്, സെക്കൻഡ് സെലക്ഷൻ ലിസ്റ്റ്, അങ്ങനെ ഓരോ സെലക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കിയായിരിക്കും നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ആ ഓരോ ITയിൽ എത്ര ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, അവിടെ എത്ര വേക്കൻസി ഉണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും സെലക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ റിസർവേഷനും പരിഗണിച്ചിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾ ഫീസ് എത്ര രൂപ അടയ്ക്കേണ്ടി വരും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 വർഷ കോഴ്സിന് ഏകദേശം 1270 രൂപയും 1 വർഷ കോഴ്സിന് 950 രൂപയാണ് നിങ്ങൾ ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടത്. ഓക്കെ. ഇനി കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കൊണ്ടുപോകണം. പിന്നെ റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോകണം. അതുകൂടാതെ ആധാർ കാർഡ് കൊണ്ടുപോകണം. പിന്നെ വേണ്ടത് നിങ്ങളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോൺടാക്ട് സർട്ടിഫിക്കറ്റും, അത് നിങ്ങൾ അവസാനം പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള ട്രാൻസ്ഫർ TCയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടി വരും. പിന്നുള്ളത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിക്കാറുണ്ട്. 2 ഫോട്ടോ അല്ലെങ്കിൽ 4 ഫോട്ടോ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യാം. ഇത് കഴിഞ്ഞ വർഷത്തെ വെച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. കൂടാതെ നിങ്ങളുടെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം. അതുപോലെ തന്നെ ഒരു മെയിൽ IDയും കൊടുക്കണം. കാരണം ഈ ഒരു മൊബൈൽ നമ്പറിലേക്കായിരിക്കും നിങ്ങളുടെ ഈ ഒരു അധ്യയന വർഷത്തെ മുഴുവൻ മെസ്സേജുകളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തെ മുൻ വർഷങ്ങളിലെ വെച്ചിട്ട് റെഫർ ചെയ്താണ് ഞാൻ പറയുന്നത്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതേപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.